ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്നാസ് ഫിസിക്സ് ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ SSLC 2021 ഫോക്കസ്ഡ് ഏരിയ അവർ PDF ആയിട്ട് തന്നിട്ടുണ്ട് മലയാളം മീഡിയത്തിൻ്റെത്. പലരും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പോർഷൻസ് ഏതാണെന്ന് ചോദിച്ചിരുന്നു. SCERT ഏകദേശം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം സെയിം തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ. അതുകൊണ്ട് തന്നെ മലയാളം മീഡിയത്തിന് തന്നിരിക്കുന്ന PDF വെച്ചിട്ട് നമ്മൾ SSLC ഫിസിക്സിന് ഇംഗ്ലീഷ് മീഡിയത്തിന് ഏതൊക്കെ ഫോക്കസ്ഡ് ഏരിയ ആണ് ഉള്ളത് എന്നുള്ളത് തന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഏകദേശത്തോളം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ 3 ചാപ്റ്ററും അതിനുശേഷം അടുത്ത 4 ചാപ്റ്ററിന്റെ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആണ്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇത്രയും ചാപ്റ്റേഴ്സ് ഏകദേശം ഈ ഒരു ഫോക്കസ്ഡ് ഏരിയയിലും മലയാളം മീഡിയത്തിന് കൊടുത്തതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണ് നിങ്ങൾക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന പോർഷൻസ് അവിടെ പെൻസിൽ എടുത്തിട്ട് ടിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈസി ആയിരിക്കും. ഇത് കൺഫേംഡ് ആണ് എന്ന് കരുതാം. ട്രാൻസ്ലേഷൻ പോലെയാണല്ലോ നിങ്ങൾക്ക് ഏകദേശം ചാപ്റ്റേഴ്സൊക്കെ. അപ്പം നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ വൈദ്യുത ഉപകരണങ്ങളിലെ ഊർജ്ജമാറ്റം, അതായത് ഫസ്റ്റ് പോർഷൻസ് എനർജി ചേഞ്ചസ് ഇൻ ദ ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഈ ടേബിൾ 1.1 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം, അതായത് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ടിക്ക് ഇടുക കേട്ടോ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ജൂൾ നിയമമാണ് കേട്ടോ, ജൂൾസ് ലോ. അപ്പോൾ ജൂൾസ് ലോയും കഴിഞ്ഞു. ഇനി അടുത്തത് വൈദ്യുത പവറാണ്. വൈദ്യുത പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ പോർഷൻസ് ഏകദേശം കുറേ കഴിഞ്ഞതിന് ശേഷമാണ്, ഈ സീരീസ് കണക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം വൈദ്യുത പവർ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞിട്ടുള്ളത് 21ാമത്തെ പേജിലാണ്. അപ്പോൾ അതും ടിക്ക് ഇടുക കേട്ടോ, ആ കാര്യവും പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. അതാ ഇവിടെയൊക്കെ കൊടുത്തിട്ടില്ല H=I²RT, അങ്ങനത്തെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് വൈദ്യുത താപന ഉപകരണങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അത് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചാപ്റ്ററിൽ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഹീറ്റിംഗ് ഇലക്ട്രിക്കൽ ഡിവൈസസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ടും പഠിക്കാനുണ്ട് കേട്ടോ, അതായത് പ്രതിരോധകങ്ങളുടെ ക്രമീകരണം. അപ്പോൾ ഇതിൽ 2 തരത്തിലുണ്ടല്ലോ, പാരലലും സീരീസും ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ആണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത്, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ കേട്ടോ. അപ്പോൾ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും പഠിക്കുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസസ്, അതാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നീട് പറഞ്ഞിരിക്കുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇതിൽ നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്? ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ ഫിലമെൻറ്റ് ലാമ്പുകളെ കുറിച്ച് മാത്രമാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു LED റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, അതിനെക്കുറിച്ചൊന്നും ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ ഫിലമെൻറ്റ് ലാമ്പുകൾ എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒരുപാടൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല, മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് 2ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നമ്മൾക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹമുള്ള ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം, അതായത് ഈ ഫസ്റ്റ് പോർഷൻസ് കേട്ടോ. ഫസ്റ്റ് പോർഷനും ആ ഒരു എക്സ്പെരിമെൻറ്റും ഒക്കെ നിങ്ങൾ പഠിക്കണം. അതിനുശേഷം വരുന്നത് സോളിനോയിഡിനെ കുറിച്ചാണ് കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് പഠിക്കാനുണ്ട്. പിന്നീട് വരുന്നത് സോളിനോയിഡാണ്. പിന്നീട് സോളിനോയിഡിൻ്റെ ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇതിൽ കൊടുത്തിട്ടില്ലേ. ഇനി കാന്തിക ധ്രുവത, കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഈ ഒരു ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ മോട്ടോറിൻ്റെ തത്വങ്ങൾ, DC മോട്ടോർ എന്താണ്, അതിൻ്റെ പ്രവർത്തനം പഠിക്കാനുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ റിലേറ്റഡ് മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ പഠിക്കാനുണ്ട്. അതിൻ്റെ ഘടനയും പ്രവർത്തനമൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ പോർഷൻസും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ.
പിന്നീടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ വൈദ്യുതകാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാൽ എന്താണ്, അതായത് ഈ ഫസ്റ്റ് പോർഷൻസ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാൽ എന്താണ്, അതിനുശേഷം ഈ ഒരു EMFനെ എന്താ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഈ ഒരു പേജ്, അതായത് 48ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽസ്, കണ്ടക്ടർ, അങ്ങനത്തെ കാര്യങ്ങളിലെ ആ ഒരു പേജ് പഠിക്കുക കേട്ടോ. 48 പേജ് പഠിക്കുക. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിനെ കുറിച്ചിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ പഠിക്കാനുള്ളത് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, AC DC കറണ്ടിനെ പറ്റി പഠിക്കാനുണ്ട്. മോട്ടോറിൻ്റെ ഈ കാര്യം, മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. AC ജനറേറ്റർ, DC ജനറേറ്റർ എന്നുള്ള കാര്യമൊക്കെ പഠിക്കാനുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന AC ജനറേറ്റർ, DC ജനറേറ്റർ, സെൽ എന്നിവയിൽ നിന്നുള്ള വൈദ്യുതി, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗ്രാഫിക് ചിത്രീകരണം കണ്ടോ, ടേബിൾ 3.5 വരുന്ന കാര്യം നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. ഈ ഗ്രാഫൊക്കെ വരച്ച് പഠിക്കണം. അതിൻ്റെ സ്പെഷ്യാലിറ്റിയും പഠിക്കണം കേട്ടോ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF ഒബ്റ്റൈൻഡ് ഫ്രം AC ജനറേറ്റർ, DC ജനറേറ്ററും ബാറ്ററിയും, ഓക്കെ, അതിൻ്റെ സ്പെഷ്യാലിറ്റിയും പഠിക്കുക. അപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ നിങ്ങൾ ACയും DCയും ജനറേറ്ററിൻ്റെ എന്താണ് കാര്യങ്ങൾ എന്നുള്ള കാര്യമൊക്കെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൽ കൊടുത്തിരിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നുള്ളതൊക്കെ പഠിക്കണം. പിന്നീട് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോർമർ എന്താണ്, അതിൻ്റെ ആ ഒരു ഈ ഒരു പിക്ചറിലെ ഫിഗർ 3.9 അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്ന മൂവിങ് കോയിൽ, മൈക്രോഫോൺ, ഓക്കെ. സെൽഫ് ഇൻഡക്ഷൻ ഇതാ, അതിനുശേഷം മൂവിങ് കോയിൽ, മൈക്രോഫോണിൻ്റെ ഘടന, അതിൻ്റെ പ്രവർത്തനം, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് ഓഫ് മൂവിങ് കോയിൽ, മൈക്രോഫോൺ കേട്ടോ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മുടെ പവർ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ പോർഷൻസ് ആണ് ഇതിൽ കൊടുക്കാത്തത് കേട്ടോ. അതും കൊടുത്തിട്ടില്ല. വാട്ട് അവർ മീറ്ററിനെ കുറിച്ച് കൊടുത്തിട്ടില്ല. ഈ സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. പിന്നീട് ഈ ഇലക്ട്രിക് ഷോക്കാണ് അടുത്തതായിട്ട് പ്രധാനമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇലക്ട്രിക് ഷോക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിക്കോഷൻ ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസ്, ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ മേക്കിംഗ് ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ഒന്നുമില്ല, ആ പോർഷൻസ് ഒന്നും ഇല്ല കേട്ടോ പഠിക്കാൻ. അപ്പോൾ ഈ ഒരു പാഠത്തു നിന്ന് കുറേ അധികം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 3 വരെയുള്ളത്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലായി പോട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പെൻസിലുകൊണ്ട് ടിക്ക് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. വൈദ്യുതകാന്തിക പ്രേരണം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മാത്രമേ ഒരുപാട് പോർഷൻസ് ഒഴിവാക്കിയിട്ടുള്ളൂ. ഫസ്റ്റിലത്തെ സെക്കൻഡിലും ചാപ്റ്ററിൽ ഏകദേശം 1 പേജ് 2 പേജൊക്കെ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം.